ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മുമ്പത്തെ പാർട്ടുകൾ കണ്ടവരുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമ്മൾ മുടി വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആർട്ട് ലൈനിൻ്റെ 8B 10B ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഡാർക്ക്നെസ് ഒരു പെൻസിൽ ഏതാണോ ആ ഒരു പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ മുടി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെൻസിൽ ഓരോ തവണയും ഷാർപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ഓരോ തവണയും ഷാർപ്പ് ചെയ്യുന്നതനുസരിച്ച് ആ മുടി നല്ല ഇതായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഓരോ ലൈൻസ് ആയിട്ടാണ് നമ്മൾ മുടി വരച്ചെടുക്കുന്നത്, ഓരോ മുടി ഇടപോലെ നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പം അത് നമുക്ക് അതുപോലെ വരച്ചെടുക്കണമെങ്കിൽ പെൻസിൽ നല്ലപോലെ ഷാർപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട്, അതായത് മുടി വരച്ചിട്ട് ഒന്നുകൂടെ ബ്രഷ് ഉപയോഗിച്ച് നിന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് നല്ലതായിരിക്കും. അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ മുടി വരച്ച അതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ താടി, മീശ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം താടി കട്ടിക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കട്ടിക്ക് വരയ്ക്കുക, ലൈറ്റായിട്ട് വരുന്നത് ലൈറ്റായിട്ട് വരയ്ക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം കട്ടിക്കാണ് വരുന്നത്. പിന്നെ ആ ഒരു കവിളിൻ്റെ ആ ഭാഗത്തേക്ക് ചേരുന്ന ഭാഗത്ത് മാത്രം ചെറിയ ലൈറ്റായിട്ടുള്ള താടിയൊക്കെയാണ് വരുന്നത്, അതായത് ഒരുപാട് രോമങ്ങളില്ലാണ്ടാണ് വരുന്നത്. അപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ആ ഡ്രസ്സിൻ്റെ വർക്ക്, അതായത് ഡ്രസ്സ് നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷർട്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ വേണമെങ്കിൽ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. ഒരുപാട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല ആ ഡ്രസ്സിൻ്റെ വർക്ക്. അപ്പം നിങ്ങളത് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ തന്നെ വരയ്ക്കുക. ഞാനിപ്പം മെയിനായിട്ട് ഫേസാണ് നല്ല രീതിയിൽ വരയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പം ഷർട്ടിൻ്റെ കാര്യം നിങ്ങൾ ഈ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കഴിവുകൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.